നമ്മൾ കഴിഞ്ഞ ആഴ്ച രൂത്തിന്റെ പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ നിന്ന് പ്രാരംഭമായിട്ട് 1-ാം വാക്യത്തിലെ ചില വിഷയങ്ങൾ ഒന്നിച്ച് ഓർക്കുകയുണ്ടായി. ന്യായാധിപന്മാരുടെ ഭരണകാലത്തിന്റെ പ്രത്യേകതയാണ് നാം പ്രധാനമായിട്ടും ഓർത്തത്. ആ കാലത്തിന്റെ തെറ്റായ സാഹചര്യമാണ് ഒരു ക്ഷാമത്തിന് മുഖാന്തരമായതെന്നും നാം ഓർത്തു. പിന്നെ ക്ഷാമമുണ്ടായ ദേശത്തിന്റെ പ്രത്യേകത. ദേശത്ത് ക്ഷാമമുണ്ടായി എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്, സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. കർത്താവ് ആ ദേശം കൊടുക്കുമ്പോൾ ഒന്നിനും കുറവില്ലാത്ത ദേശം എന്ന് പറഞ്ഞാണ് അവർ കൊടുക്കുന്നത്. പിന്നെ കുറവ് വന്നെങ്കിൽ അതിന്റെ പിൻപിൽ കാരണമുണ്ട് എന്നും നാം അന്ന് ന്യായമായിട്ടൊന്ന് ചിന്തിച്ചാണ് അവസാനിപ്പിച്ചത്. ഇന്ന് നാം വീണ്ടും ആ 1ഉം 2ഉം വാക്യങ്ങൾ പ്രാരംഭമായിട്ട് ഒന്ന് വായിക്കുകയാണ്. ബുക്ക് ഓഫ് റൂത്ത് ചാപ്റ്റർ 1 വേഴ്സസ് 1 and 2. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. യഹൂദയിലെ ബേത്ലഹേമിലുള്ള ഒരു ആൾ തന്റെ ഭാര്യയും 2 പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കുവാൻ പോയി. അവന് എലിമേലെക്ക് എന്നും ഭാര്യയ്ക്ക് നവോമി എന്നും 2 പുത്രന്മാർക്ക് മഹ്ളോൻ എന്നും കില്യോൻ എന്നും പേര്. അവർ യഹൂദയിലെ ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്തിലായിരുന്നു. അവർ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. ഈ വായിച്ച 2 വാക്യങ്ങളിൽ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാനുണ്ട്. പ്രാരംഭവാക്യങ്ങളിൽ അല്പവിശദമായിട്ട് സമയമെടുത്ത് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് ബോധ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഇങ്ങനെ നാം ചിന്തിച്ചു പോകുന്നത്. ഈ ദേശത്ത് ക്ഷാമമുണ്ടാകുവാനുള്ള കാരണമെന്താ, അല്ലെങ്കിൽ ക്ഷാമത്തിന്റെ പൊതുവെയുള്ള കാരണമെന്താ? അതാണ് ന്യായമായിട്ട് നാം പ്രാരംഭമായിട്ട് ഓർക്കുന്നത്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ അതിന്റെ ഒരു കാരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബുക്ക് ഓഫ് ഡ്യൂട്ടോണമി ചാപ്റ്റർ 28 വേഴ്സ് 15 and 16 അതിന്റെ 15ഉം 16ഉം വാക്യം. നടക്കാഞ്ഞാൽ, അനുസരിക്കാതിരുന്നാൽ. വായിച്ചു. വയലിൽ ശപിക്കപ്പെട്ടിരിക്കും. കുട്ടയും മാവ് ഒഴിക്കുന്ന തൊട്ടിയും ശപിക്കപ്പെട്ടിരിക്കും. ഗർഭഫലവും കൃഷിഫലവും. മതി, അവിടെ വായിച്ചാൽ മനസ്സിലായല്ലോ എന്തുകൊണ്ടാണ് നിന്റെ കൃഷി ഫലം തരാത്തത്, എന്തുകൊണ്ടാണ് നീ മാവൊഴിക്കുന്ന കുട്ടയും പാത്രവും ഒക്കെ കാലിയായി പോകുന്നത്. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പന അനുസരിക്കാതിരുന്നാൽ. ആ 2 അധ്യായങ്ങൾ നമ്മൾ മുഴുവൻ വായിച്ചാൽ അനുസരിച്ചാലുള്ള നന്മകൾ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അനുസരിക്കാതിരുന്നാലുള്ള തിന്മയുടെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അതിൽ 2 വാക്ക് നമ്മൾ വായിച്ചത് ക്ഷാമമുണ്ടാകും. ആഹാരം പോലും ഇല്ലാത്ത അവസ്ഥയിലൂടെ ഞാൻ നിങ്ങളെ കടത്തിവിടുമെന്ന് ശക്തമായ ഭാഷയിൽ ദൈവം തന്റെ ദാസനായ മോശ മുഖാന്തരം അവരോട് സംസാരിച്ചു. അങ്ങനെ പറയുവാനുള്ള ന്യായം ദൈവത്തിനുണ്ട്. കാരണം നാം ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാൻ ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷാമത്തിന്റെ ഒരു കാരണം ജനങ്ങളുടെ പാപമാണ്. ഇതുപോലെ ഒരു വാക്കൂടെ വായിച്ച് നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാം. ശമൂവേലിന്റെ 1-ാം പുസ്തകം 21-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഫസ്റ്റ് ശമൂവേൽ ചാപ്റ്റർ 21 വേഴ്സ് 1. ദാവീദിന്റെ കാലം സംഭവിച്ച കാര്യമാണ് വായിക്കുന്നത്. മറ്റൊരു വാക്യം വായിച്ച് 2 ശമൂവേൽ 24-ന്റെ 10-ാമത്തെ വാക്യം. 2 ശമൂവേൽ ചാപ്റ്റർ 24 വേഴ്സ് 10. 2 ശമൂവേൽ 24-ന്റെ 10-ാമത്തെ വാക്യം. ദാവീദ് ജനത്തെ എണ്ണി നോക്കി എന്ന പാപം അത് ദൈവത്തിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് നാഥാൻ പ്രവാചകനെ അയച്ച് തന്നോട് പറയുന്ന വാക്കാണ് വായിക്കാൻ പോകുന്നത്. 2 ശമൂവേൽ 24:10.
3 കാര്യം ഇതിനു മുമ്പ് വെക്കും, ശിക്ഷയായിട്ട് വെക്കുന്നു. ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക. 3 കാര്യം എന്തൊക്കെയാ? ദേശത്ത് 7 സംവത്സരം ക്ഷാമം ഉണ്ടാകും, മതി. പിന്നെ പറഞ്ഞിരിക്കുന്നത് ശത്രുക്കൾ വരും, പല കാര്യങ്ങളാണ്. അപ്പൊ അവിടെയും ദാവീദ് ജനത്തെ എണ്ണി നോക്കി തന്റെ പ്രതാപം കാണിപ്പാൻ ആഗ്രഹിച്ചു എന്ന നിഗളം ദൈവത്തിന് പാപമായി തോന്നിയതുകൊണ്ട് ആ ദേശത്തെ ശിക്ഷിക്കുക, ക്ഷാമം ഉണ്ടാകും എന്ന് പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ള ശിക്ഷ നീ തന്നെ തിരഞ്ഞെടുത്തോളം പറഞ്ഞു. ധാരാളം മതി ആ വാക്യം ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ പല വാക്യങ്ങളുണ്ട്. അപ്പോൾ ക്ഷാമം ഉണ്ടാകുന്നതിന്റെ ഒന്നാമത്തെ കാരണം ജനങ്ങളുടെ പാപം അല്ലെങ്കിൽ അനുസരണക്കേട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം എന്ന് നോക്കിക്കേ. അതിന്റെ ആദ്യ വാക്യം മുതൽ വായിച്ചാൽ അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുന്നതും ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്നും ഈ ദേശമെല്ലാം നിന്റെ സന്തതി കൊടുക്കുമെന്നും ഒക്കെ പറഞ്ഞ് ധാരാളം അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ അനുഗ്രഹം പ്രാപിച്ച ശേഷം സംഭവിച്ച കാര്യമാണ് 10-ാമത്തെ വാക്യം. ഒന്ന് വായിച്ചു. ഉൽപ്പത്തി 12-ന്റെ 10. ദേശത്ത് ക്ഷാമമുണ്ടായി, അബ്രഹാം ക്ഷാമത്തെ അതിജീവിക്കാനായിട്ട് മിസ്രൈമിൽ ചെന്ന് പാർത്തു. നമുക്കറിയാമല്ലോ അതിന്റെ അനന്തരഫലം. ആ ക്ഷാമം അബ്രഹാമിനെ ഒന്ന് പരീക്ഷിക്കാനാണ്. സന്തതി ഉണ്ടാകും, ആ സന്തതി മാത്രം ലോകമെല്ലാം അനുഗ്രഹിക്കപ്പെടും എന്ന് പറഞ്ഞപ്പോൾ ഈ ക്ഷാമം കഠിനമായി തീർന്നാൽ അങ്ങനെ അർത്ഥം സംഭവിക്കുന്നത് എന്താ? മരിച്ചു. ഞാൻ മരിച്ചുപോയാൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ കഴിയത്തില്ല. ദൈവത്തെ സഹായിപ്പാനാണ് ഇറങ്ങിപ്പോയത്. അത് തെറ്റായി. ദൈവം പറഞ്ഞ കാര്യം ദൈവം സാധിക്കും. ക്ഷാമമാണെങ്കിലും ക്ഷാമമില്ലെങ്കിലും ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ തനിക്ക് കടപ്പാടുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, വിശദീകരിക്കാതെ അതിന്റെ പരിണിതഫലം. നാണം കെട്ടവനായിട്ട് അവിടുന്ന് പറഞ്ഞയച്ചു എന്ന അവസാനത്തെ വാക്യം, പറഞ്ഞയച്ചെന്ന് പോരുന്നല്ല, അത് പാടില്ലായിരുന്നു. ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഹി വെന്റ് ഡൗൺ ടു ഈജിപ്റ്റ് എന്നാണ്. ഭൂമിശാസ്ത്രപരമായി നോക്കുമ്പോൾ താൻ നടന്നുപോയ ദേശത്തു നിന്ന് ഇറങ്ങിപ്പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ ജീവിതത്തിലൊരു പരാജയമായിട്ടാണ് കാണുന്നത്. അപ്പോ ആ പരീക്ഷണം ദൈവം നടത്തിയത് അബ്രഹാം അതിൽ പരാജയം. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാം. നമുക്ക് ക്ഷാമം എന്ന് പറഞ്ഞാൽ ഈ ആഹാരത്തിന്റെ കാര്യം മാത്രമല്ലല്ലോ. രോഗം വരുമ്പോൾ ആരോഗ്യത്തിന് ക്ഷാമമാണ്. ഒരു പരീക്ഷ എഴുതി ഒന്ന് പരാജയം, ഒരു പേപ്പർ നഷ്ടപ്പെട്ടാൽ പാസ്സായില്ലെങ്കിൽ പരിജ്ഞാനത്തിന് ക്ഷാമമെന്നാണ്. കയ്യിൽ ആവശ്യമുള്ള പണമില്ലെങ്കിൽ സമ്പത്തിന് ക്ഷാമമെന്ന് അതിന്റെ അർത്ഥം. ഇങ്ങനെ ക്ഷാമത്തിന് തന്നെ പല കാര്യങ്ങളുണ്ട്. ക്ഷാമം തന്നെ പല നിലയിലുണ്ട്. ഇതിൽ ഏത് ക്ഷാമം നേരിട്ടാലും ദൈവം എന്നെ ഒന്ന് പരീക്ഷിക്കുവാണോ, ഞാൻ എങ്ങനെ അതിനെ അഭിമുഖീകരിക്കുന്നത് ഒന്ന് ചിന്തിച്ചിട്ട് മാത്രമേ അടുത്ത സ്റ്റെപ്പ് എടുക്കാവൂ. ഒരു കാരണവശാലും ദൈവം നമുക്ക് ദോഷം ചെയ്യുന്നവനല്ല. തെറ്റായ തീരുമാനങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലെ കുറവ് സമയങ്ങളിൽ എടുക്കുവാനായിട്ട് പാടില്ലെന്ന് അബ്രഹാം നമ്മളെ പാഠം പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ കാര്യം, രാജാക്കന്മാർ പുസ്തകം 1 Kings chapter 17 verse 7. 1 രാജാക്കന്മാർ 17-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യമാണ്. ഏലിയാവിന്റെ കാലത്തുണ്ടായ ക്ഷാമമാണ്. ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് ഏലിയാവ് ദൈവത്തിൽ ആശ്രയിക്കുമോ എന്നറിയാനായിട്ടാണ് ആ ക്ഷാമം വരുത്തിയിട്ട് തന്നെ അങ്ങോട്ട് അയച്ചത്. വായിച്ച് 1 രാജാക്കന്മാർ 17-7. തോട് പറ്റിപ്പോയി. സരാഫത്തിലേക്ക് പോവാ. ഈ ഏലിയാനോട് പറയുന്നത്, നീ ആ തോടിന്റെ അരികത്ത് പോയിരിക്കുക, അവിടെ നിന്ന് നീ വെള്ളം കുടിച്ചുകൊള്ളുക. മഴയില്ല, ജനങ്ങൾ വളരെ ഭാരപ്പെടുകയാണ്. ഇദ്ദേഹം പറഞ്ഞിട്ടാണ് മഴ നിന്നത്. അവിടെ ചെന്ന് വെള്ളം കുടിച്ചോളാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ആ തോട്ടിൽ അവിടെ വെള്ളമുണ്ട് കുടിക്കുവാൻ. താൻ അവിടെ ഇരിക്കുമ്പോൾ രാവിലെ വൈകിട്ട് കൃത്യമായിട്ട് കാക്ക അപ്പം ഉറച്ചി കൊണ്ട് കൊടുക്കും. അൺനാച്ചുറലായ കാര്യങ്ങളാണ്, സാധാരണ കാര്യമല്ല. അസാധാരണ കാര്യമാണ് സംഭവിക്കുന്നത്. താൻ അവിടെ പോകാൻ പറഞ്ഞപ്പോൾ താൻ അവിടെ പോയി, അവിടുന്ന് വെള്ളം കുടിച്ചു, അവിടുന്ന് ആഹാരം കഴിച്ചു. അത് എന്നും അങ്ങനെ തന്നെയല്ലായിരുന്നു. അവിടുത്തെ വെള്ളം പറ്റിപ്പോയി. കാക്കയുടെ വരവും അതോടുകൂടി നിന്നു. പിന്നെ വന്നൊരു കാര്യമില്ലല്ലോ. പിന്നെ പറയുന്നു, നീ എഴുന്നേറ്റ് സാരാഭാത്തിലേക്ക് ചെല്ലുക, ഞാൻ വിധവയോട്. ക്ഷാമം എല്ലായിടത്തും ഉണ്ട്, അവിടെയുമുണ്ട്.
വിധവ എന്ന് പറയുമ്പോൾ സഹായം അങ്ങോട്ട് ആവശ്യമുള്ള ഒരാളാണ്. അവരോട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവൻ പോകുമോ ഇല്ലയോ ദൈവത്തിന് അറിയണം. കഴിഞ്ഞ കാലങ്ങളിൽ നീ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥന കേട്ടു, മഴയില്ലാതാക്കി, രാജാവിനോട് ധൈര്യമായി പറയാൻ നിന്നെ സഹായിച്ചു. അതിനുശേഷമുള്ള കാലം നിനക്ക് വെള്ളവും തന്നു, അപ്പവും തന്നു, കാക്കടയെ കൊടുത്തുവിട്ടെ. ഇനി ഞാൻ പറയുന്നത്, ജാതി ആയിരിക്കുന്ന അന്യജാതി ആയിരിക്കുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക്, അതും വിധവയുടെ അടുത്തേക്ക് നീ പോയിക്കൊള്ളുക. അവൻ പോയി കർത്താവിനെ ആശ്രയിച്ചു. നമ്മുടെ ബുദ്ധിക്ക് അപ്പുറമാണ്. അത് സാധിക്കുമോ? അവർക്ക് എന്താ കിട്ടുമോ? കാര്യം നടക്കുമോ? കാര്യം നടക്കും. പറഞ്ഞ ആരാണെന്നുള്ള ബോധ്യം തനിക്കുണ്ടായിരുന്നുകൊണ്ട് ആ കർത്താവിനെ ആശ്രയിച്ച് താൻ അങ്ങോട്ട് ചെന്നു. വായിച്ച അതിന്റെ 12ാമത്തെ വാക്യം വേഴ്സ് 12. താൻ പറയുന്നു, എനിക്ക് അല്പം വെള്ളം കുടിക്കാൻ വേണമെന്ന് സ്ത്രീയോട് പറയുക. എന്നിട്ട് പറയുന്നു, നീ വരുമ്പോൾ ഒരു കഷ്ണം അപ്പം കൂടെ കൊണ്ടുവരണം. അവൾ പറഞ്ഞു, എന്റെ യജമാനെ ആകെപ്പാടെ എത്രയേ ഉള്ളൂ, ഞാനും അവനും കൂടെ ഉള്ള അപ്പം തിന്നിട്ട് മരിക്കാനിരിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് പട്ടിണി കിടന്ന് മരിക്കുമെന്ന് അതിന്റെ അർത്ഥം. വായിച്ച 12ാമത്തെ വാക്യം വേഴ്സ് 12. ആ ആ മരിപ്പായിരിക്കാവുന്നത് പറഞ്ഞു. ആ അപ്പോൾ ഏലിയ എന്ത് പറഞ്ഞു? ആ ആ ആ ആ മഴ പെയ്ക്കുന്ന നാൾ വരെ നിന്റെ ഭരണിയിലെ എണ്ണയും നിന്റെ ചട്ടിയിലെ മാവും കുറഞ്ഞു പോകുകയില്ല. ആരാ പറഞ്ഞത്? ഏലിയാവ്. ഏലിയാവ് നേരത്തെ പറഞ്ഞായിരുന്നു, ഞാൻ ദൈവത്തിന്റെ യഹോവയുടെ ദാസനായ ഏലിയാവാണെന്ന്. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, നിന്റെ ദൈവമായ യഹോവയാണ് എന്ന് പറഞ്ഞ് അവൾ തുടങ്ങുന്നത് തന്നെ. അതിന്റെ അർത്ഥം തന്നെ അല്പസമയത്തെ കേൾവിയുള്ളൂ ആ ജാതീയ കുലത്തിൽപ്പെട്ട സ്ത്രീക്ക്. അവൾ യഹൂദ സ്ത്രീയല്ല, പ്രമാണം കിട്ടിയവളല്ല, പ്രമാണം അറിയാത്തവരാ, ദൈവത്തെ അറിയാത്തവളാ, ജീവനുള്ള ദൈവത്തിന്റെ വഴികളിൽ കൂടി ജീവിക്കാത്തവളാ. അവർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഒന്നും കേട്ടതേ ഉള്ളൂ. ഞാൻ ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ഏലിയാവാണ്, യഹോവയുടെ ദാസനാണെന്ന് പറഞ്ഞാണ് താൻ തുടങ്ങുന്നത്. അങ്ങനെയാണല്ലോ അവളത് മനസ്സിലാക്കിയത്. ഉടനെ അവൾ പറഞ്ഞു, അവൾ ചെയ്തത്. അവൾ ഒരു അപ്പം അവനോട് കൊടുത്തു. ആ ക്ഷാമം തീരുന്നവരെ അവളുടെ ജീവിതത്തിൽ ഒരു കുറവുണ്ടായില്ല. സുഭിക്ഷമായിട്ട് കഴിപ്പാൻ ദൈവം കൊടുത്തു. അവളെ സംബന്ധിച്ച് അവൾ കർത്താവിൽ വിശ്വസിക്കുമോ എന്ന് ദൈവത്തിന് അറിയണം. അവൾ വിശ്വസിച്ചു. ഏലിയാവിനെ സംബന്ധിച്ച് ആശ്രയിക്കുമോ എന്നറിയണം. അവൻ ആശ്രയിച്ചു. അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാം ദൈവത്തിൽ തന്നെ ബലപ്പെട്ട് നിൽക്കുമോ എന്നറിയണം. അതിൽ പരാജയപ്പെട്ടു. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഒട്ടും അവിശ്വസനീയമായ സ്ഥലത്ത് നിന്ന് കർത്താവോട് നമ്മളെ കരുതുവാൻ കഴിയുമെന്നുള്ള ഉറപ്പ്, ധൈര്യം നമുക്കുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. ഒരു കാര്യം കൊണ്ടുള്ള വായിച്ചോ, ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 5ഉം 6ഉം വാക്യം. ഇസ്രായേൽ മക്കളെ മിസ്രയീമിലേക്ക് അയച്ചു, അതിനു മുമ്പ് ക്ഷാമം വരുത്തി. ആ ക്ഷാമം എന്തിനായിരുന്നു നമ്മൾ വായിക്കാൻ പോകുന്നത്? ജെനസിസ് 45:5 and 6. വായിച്ചു. വിഷാദിക്കുകയും വേണ്ട. മനസ്സിലായോ? 2 സംവത്സരമായ ക്ഷാമമായിട്ട് നിങ്ങളിങ്ങ് വന്നല്ലോ. നിങ്ങൾ വിഷമിക്കണ്ട. എന്നെ നിങ്ങൾ വിറ്റതുകൊണ്ട്, എന്നെ ഉപദ്രവിച്ചതുകൊണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ എന്നെ വിറ്റതും ഇങ്ങോട്ട് അയച്ചതും നിങ്ങളല്ല, ദൈവം അയച്ചതാ. എന്തിനാ? ക്ഷാമം വരുമ്പോൾ നിങ്ങളെ ഇവിടെ പോറ്റാൻ. ഇതൊക്കെ എങ്ങനെ വിശദീകരിക്കേണ്ടി? അവരവിടെ കൊണ്ടുവന്നു. അതിനു മുമ്പ് യോസഫിനെ ഇവിടെ വരുത്തി. സങ്കീർത്തനക്കാരൻ പറയുന്നത് യോസഫിനെ ദൈവം വരുത്തിയെന്നാ. 105 സങ്കീർത്തനം വായിക്കുന്നത് യോസഫിനെ ദൈവം വരുത്തിയെന്ന്. അപ്പം എന്ന കോൽ അവർ ഒടിച്ചു കളഞ്ഞു. അതിനുശേഷം യോസഫിനെ ഇങ്ങോട്ട് വരുത്തി, അവനെ ബന്ധിച്ചു, പിന്നെ അവരെ അധിപതിയാക്കി വെച്ചു. ഇതൊക്കെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തിനാ അവിടുത്തെ ക്ഷാമം? ദൈവത്തിന്റെ ജനത്തെ സംരക്ഷിക്കുന്ന ദൈവമുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്താനായിട്ട്. യോസഫ് പറയാ, ദൈവത്തിന്റെ പദ്ധതിയാ ഇത് എന്നുള്ള കാര്യം. എന്റെ പ്രിയ സഹോദരന്മാരെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ ഈ ക്ഷാമത്തെക്കുറിച്ച്. നമ്മുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള ക്ഷാമം, കുറവുകൾ നമുക്കുണ്ടായി എന്ന് വരാം. അതിന്റെ കാരണം കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ ക്ലാസ് ഇവിടുന്ന് എടുത്തു പോയ ശേഷം 2 ആഴ്ച കഴിഞ്ഞ് ഇവിടെ വരുന്നത്. ഇതിനിടയ്ക്ക് 3 ദിവസം ഹോസ്പിറ്റലിൽ കടന്നു. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത കഠിനമായ വേദന 36 മണിക്കൂർ ഞാൻ അനുഭവിച്ചു. 36 മണിക്കൂർ. അത് കഴിഞ്ഞാൽ കുറവുണ്ടായത്.
എനിക്കതിൻ്റെ കാര്യം മനസ്സിലായി. ഞാനുള്ള കാര്യം പറയാം. എനിക്കെൻ്റെ കാര്യം മനസ്സിലായി. ആ കാര്യം ഞാൻ ദിവസങ്ങളിൽ പറഞ്ഞ് പരിഹാരമുണ്ടാക്കി. ആ ക്ഷാമത്തിൻ്റെ കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു. ഇവിടുന്ന് ക്ലാസ് എടുത്തിട്ട് പോയാന്ന് ഓർക്കണം. ഇവിടുന്ന് ക്ഷാമത്തെപ്പറ്റി പഠിപ്പിച്ചിട്ട് പോയതാണ്. ഒരല്പക്കുറവ് ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവം അനുവദിക്കത്തില്ല. എൻ്റെ അനുഭവമാണ്, അനുവദിക്കത്തില്ല. അതുകൊണ്ട് നമുക്കതൊന്ന് ബോധ്യപ്പെടാനുള്ള ജ്ഞാനം ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ഒരു കാരണവശാലും തെറ്റായ തീരുമാനമെടുക്കരുത്. അബ്രഹാമിനെ പോലെ തെറ്റായ തീരുമാനം എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ ദൈവത്തിനത് അപമാനമുണ്ടാക്കും. ഇനിയും ആ 2 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്ഷാമമുണ്ടായ സ്ഥലം. കഴിഞ്ഞ ആഴ്ച ഓർത്തു, ദ ലാൻഡ്, ദേശം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. എന്നാൽ അവിടെ 3 പേര് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് യഹൂദിയയിലെ ബേഥലഹേം, അത് 1-ാമത്തെ വാക്യം. 2-ാം വാക്യത്തിൽ വായിക്കുന്നത് എഫ്രാത്ത് എന്നാണ് പറഞ്ഞത്. എഫ്രാത്ത്. 3 സ്ഥലങ്ങൾ പറഞ്ഞിരിക്കുന്നത് യഹൂദ്യ അത് ദേശമാണ്, ബേഥലഹേം പട്ടണമാണ്, എഫ്രാത്ത് ഗ്രാമമാണ്. യഹൂദ്യയിലെ ബേഥലഹേമിലുള്ള എഫ്രാത്തിൽ നിന്നാണ് ഈ ഒരു കുടുംബം ഇറങ്ങിപ്പോകുന്നത്. ക്ഷാമത്ത് അതിജീവിപ്പാനായിട്ട് തെറ്റായ തീരുമാനമെടുത്തത്. അതേക്കുറിച്ച് 2-3 വാക്കുകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുക. യഹൂദ അല്ലെങ്കിൽ ജൂഡ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അന്ന് നമ്മൾ ഓർപ്പിച്ചായിരുന്നല്ലോ, പ്രൈസ് എന്ന, ദൈവത്തെ സ്തുതിക്കുക എന്ന. പ്രൈസ്, സ്തുതിക്കുക. നമ്മുടെ ഒരു വാക്യം കാണാതെ പഠിച്ചിട്ടുണ്ട്. എന്തെന്നറിയാമോ? ഞാൻ യഹോവയെ എല്ലാ കാലത്തും. ഇതെന്താ? യഹൂദനായിരിക്കുന്ന, യഹൂദയിൽ പാർക്കുന്ന ഈ കുടുംബം ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുവെന്ന് അവന്റെ പിതാവായ ദാവീദ് എഴുതിയ സങ്കീർത്തനം അത് പാലിച്ചില്ല. എല്ലാ കാലത്തെന്ന് പറഞ്ഞാൽ രോഗത്തിലും ആരോഗ്യത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഞാൻ യഹോവയെ വാഴ്ത്തുന്ന ദാവീദ് പറഞ്ഞത്. മനസ്സിലായോ? നമ്മളും ഇത് കാണാൻ പഠിച്ചിട്ടില്ലേ? അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സാഹചര്യത്തിന് അനുകൂലമായിട്ട് നിന്നാൽ പോരാ. സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് പറയുവാൻ നമ്മളെക്കൊണ്ട് സാധിക്കണം. 1-ാമത്തെ കാര്യത്തിൽ പരാജയപ്പെട്ടു. 2-ാമത്തേത് ബേഥലഹേം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം. അറിയാമല്ലോ, അപ്പത്തിന്റെ ഭവനം. അപ്പത്തിന്റെ ഭവനത്തിൽ അപ്പമില്ല. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കർത്താവ് 40 ദിവസം ഉപവസിച്ചു, വിശന്നല്ലോ. അപ്പൊ ആദ്യം വന്നിട്ട് സാത്താൻ പറഞ്ഞ എന്തുവാ? കല്ല്. കർത്താവ് എന്താ പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, മനുഷ്യൻ ബേഥലഹേം കൊണ്ടാണ് മാത്രമല്ല ജീവിക്കുന്നത്, സ്വർഗം കൊണ്ടുകൂടാണെന്ന്. മനസ്സിലായോ? ബേഥലഹേമിൽ വായിൽ കൂടെ ഇരുന്ന അപ്പമുണ്ട്, സ്വർഗത്തിൽ ആത്മാവ് തരുന്ന അപ്പമുണ്ട്. ഇവർക്ക് ഈ അപ്പം മാത്രം മതി. ആർക്കാ? അവർക്ക് അപ്പം മാത്രം മതി. അങ്ങോട്ട് നോക്കിയില്ല. കർത്താവ് ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടുന്ന് കൊടുക്കുമായിരുന്നു. ആ വാക്ക് ആത്മാവിനെ ബലപ്പെടുത്തുന്ന അപ്പമായി തീരുമായിരുന്നു. അതിലവരെ പരാജയപ്പെട്ടു. അപ്പൊ യഹൂദി എന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു, ബേഥലഹേം എന്ന് പറഞ്ഞ പേരിൽ പരാജയപ്പെട്ടു. 3-ാമത്തത് എഫ്രാത്ത് എന്ന. എഫ്രാത്ത് പറഞ്ഞാൽ ഫ്രൂട്ട്ഫുൾനെസ്, ഫലപ്രദമായ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഫലപ്രദമാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും നിങ്ങൾ കൊമ്പുകളാണ്. എന്നോട് ചേർന്നെങ്കിൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കത്തുള്ളൂ. വാക്യം വായിക്കേണ്ട, യോഹന്നാൻ 15-ന്റെ 1-ഉം 8-ഉം വാക്യം. എന്നോട് ചേർന്നിരിക്കണം. അവർ ചേർന്നിരുന്നില്ല. അവരുടനെ പുറപ്പെടുക. ഞാൻ പറയട്ടെ, നമ്മളെ കൃപയാൽ കർത്താവ് തന്നോട് ചേർത്ത് വെച്ചിരിക്കുക. എന്നിട്ട് ധാരാളം കൃപ വന്നിട്ട് നമ്മിൽ നിന്നും യജമാനൻ ഫലം പ്രതീക്ഷിക്കുന്നു. ആ ഫലം കൊടുക്കണമെങ്കിൽ നാം ചേർന്നിരിക്കണം. എന്തൊരു ആവശ്യം വരുമ്പോഴോ പ്രയാസം വരുമ്പോഴോ വിട്ടിട്ട് പോകരുത്, അകന്നു പോകരുത്, സ്വന്തമായി തീരുമാനം എടുക്കരുത്. അങ്ങനെയെങ്കിൽ ഫലപ്രദമായി ജീവിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇവരുടെ ഞാൻ 3 പേരിലും പരാജയപ്പെട്ടു. 1 യഹൂദ, 2 ബേഥലഹേം, 3 എഫ്രാത്ത്. പിന്നെ ഈ വന്ന ആളുടെ പേരെന്താ ഓർമ്മയുണ്ടോ? ആളുടെ പേര്, അപ്പന്റെ പേര് എലിമേലേക്ക്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണല്ലോ, മൈ ഗോഡ് ഈസ് കിങ്. എന്റെ ദൈവം രാജാവ് എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ ദൈവം രാജാവ്. അപ്പൊ രാജാവായിട്ട് എനിക്ക് ദൈവം ഉണ്ടെന്ന് താൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പറഞ്ഞായിരുന്നല്ലോ, യേശുവെ ഞാൻ എന്റെ കർത്താവായി സ്വീകരിക്കുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുവാൻ ആരംഭിച്ചു. ഹൃദയത്തിൽ ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലമുള്ളൂ. ഈ ഹൃദയ സിംഹാസനത്തിൽ നമ്മുടെ കർത്താവ് നമ്മുടെ രാജാവായിട്ട് വാഴുന്നുണ്ട്. ഈ മനുഷ്യന് പേരിന്റെ അർത്ഥം ദൈവം എന്റെ രാജാവാണെന്ന. പക്ഷേ ആവശ്യം വന്നപ്പോൾ താനെന്തറിയാമോ? താൻ തന്നെ അങ്ങ് ഭരിക്കാൻ തുടങ്ങി. താനങ്ങ് തീരുമാനമെടുത്തു.
രാജാവിന്റെ കാൽക്കീഴിൽ ഇരുന്നില്ല, രാജാവിനോട് പ്രാർത്ഥിച്ചില്ല, രാജാവിനോട് ചോദിച്ചില്ല, ഒരു ബന്ധവുമില്ലാതെ ഇറങ്ങിപ്പോവാം. നമ്മൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരാണ്. അവന്റെ കർത്തൃത്വം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലുമുണ്ട്. ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല, ഭൗതിക കാര്യത്തിലുണ്ട്, ശാരീരിക ക്ഷേമത്തിലുണ്ട്, മാനസിക ധൈര്യത്തിലുണ്ട്. എന്തെല്ലാം വേണമോ ആ മേഖലകളിലെല്ലാം അവൻ തന്നെയാണ് കർത്താവ്. അവൻ തന്നെ കർത്താവ്. ഒരു സാഹചര്യത്തിലും ആ കർത്തൃത്വത്തിന് കീഴ്പ്പെടാതിരിക്കുവാൻ ഒരിക്കലും അരുത്. അങ്ങനെ ചെയ്യരുത്. ഞാനൊരു ഉദാഹരണം പറയാം. യേശുവെ ഞാൻ എന്റെ കർത്താവ് സ്വീകരിക്കുന്നത് പറഞ്ഞതുപോലെയാണല്ലോ വിവാഹം കഴിച്ചവർ ഒരിക്കൽ പറഞ്ഞത്, ഞാൻ നിന്നെ എന്റെ ഭാര്യയായി സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ അങ്ങ് എന്റെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്തുവാ? ഇന്നു മുതൽ എന്റെ ജീവിതത്തിൽ ഭർത്തൃത്വം നടത്തുന്നത് നീയാ എന്നാ ഭർത്താവിനോട് ആ സ്ത്രീ പറഞ്ഞത്. ഭർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്തു നോക്കി, എന്തായിരിക്കും ആ വീട്ടില്? അന്നൊരു അസ്വസ്ഥത ഉണ്ടാവും. പരിഹരിക്കപ്പെടുമെങ്കിൽ പോലും ഇതുപോലെ ആ കർത്താവിനോട് കൈ കൊടുത്താ ഒരിക്കൽ നിന്നെ ഞാൻ കർത്താവ് സ്വീകരിച്ചെന്ന് പറഞ്ഞു. ഇനി മേലിൽ കർത്താവിന് വിരുദ്ധമായി ചെയ്താൽ നമ്മളെ അവൻ അസ്വസ്ഥനാക്കും, സംശയമില്ല. കാരണം അത്രമാത്രം വില ക്രൂസിൽ കൊടുത്താണ് എന്റെ നിങ്ങളുടെ പാപത്തിന് പരിഹാരമുണ്ടാക്കിയിട്ട് രക്ഷ ഇങ്ങോട്ട് ദാനമായി തന്നത്. ഇഷ്ടംപോലെ ജീവിക്കാനല്ല. വഴി തെറ്റിയാൽ, തീരുമാനം തെറ്റിയാൽ നമ്മളെ അവൻ അസ്വസ്ഥനാക്കും. സംശയമില്ല. ഇവിടെ എലിമേലൊക്കെ പേരിനൊത്ത് ജീവിച്ചില്ല. ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഉത്തരവാദിത്വം വേറൊന്നില്ലേ പറയട്ടെ. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും യേശുവിനെ കർത്താവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ടവർ ദൈവത്തിന്റെ മക്കളാണ്. നമുക്ക് കുറേ പേരുകൾ ബൈബിളിലുണ്ട്. ഒരു പേര് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് പറയാം, വാക്യം വായിക്കുന്നില്ല. വിശ്വാസികൾ എന്ന വിശ്വാസികളാണെങ്കിൽ വിശ്വാസികളായി തന്നെ തുടരണം. ചില വിശ്വാസികള് നെയ്യപ്പത്തിന്റെ കൂട്ടാണ്. എന്ന് പറയുന്നത് നെയ്യപ്പത്തിന്റെ പ്രത്യേകത, നെയ്യപ്പം ഉണ്ടാക്കുന്നത് പാമോയില്ലാത്ത വെളിച്ചെണ്ണയ്ക്കകത്തുമായിരിക്കും. നെയ്യെന്ന് പറഞ്ഞ ലെവലേശം അതിനകത്ത് ഉണ്ടോ? പേരെന്തുവാ? നെയ്യപ്പം. ചില വിശ്വാസികൾ ഇങ്ങനെയാണ്. വിശ്വാസി എന്ന് പേരേ ഉള്ളൂ, ജീവിതത്തിൽ അത് വെളിപ്പെടുത്തുന്നില്ല. സഭയിൽ വന്നാൽ വെളിപ്പെടുത്തുന്നില്ല. പിന്നെ എന്തോ വിശ്വാസമാണെന്നായി പറയുന്നത്. വിശ്വാസിയാണെങ്കിൽ വിശ്വാസത്തിൽ തുടരണം, വിശ്വാസത്തിൽ നിലനിൽക്കണം. മറ്റൊരു പേരാ സഹോദരന്മാർ. സഹോദരിമാരെ കൂടെ ചേർത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബ്രദ്രൻ എന്നാണ് മത്തായി സുവിശേഷം 23 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ സഹോദരന്മാർ എന്ന് പറഞ്ഞ വാക്ക് ബ്രദ്രൻ എന്ന സഹോദരന്മാർ എന്ന അതിന്റെ അർത്ഥം. എന്താ സഹോദരന്മാർ ഉത്തരവാദിത്വം? നിങ്ങൾ സഹോദരന്മാരാണെങ്കിൽ അന്യോന്യം വഴക്കുണ്ടാക്കണം, പിന്നെ സ്നേഹിക്കണം. പറയാൻ എളുപ്പമാണെങ്കിലും പാലിക്കാൻ എളുപ്പമല്ലെന്ന പലരുടെയും ധാരണ അല്ല. കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു. വെറുതെ സ്നേഹിക്കാനല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒന്ന് ഓർത്താൽ മതി. ഈ സഹോദരനോട് എനിക്ക് ക്ഷമിക്കാനോ സ്നേഹിക്കാനോ കഴിയുന്നില്ലെങ്കിൽ ഞാനൊന്ന് ഓർത്താൽ മതി. കർത്താവ് നീ പറഞ്ഞ അങ്ങനെയല്ലല്ലോ, എന്നെ സ്നേഹിച്ചതുപോലെ എന്നാണല്ലോ. ഇന്ന് നേരം വെളുത്തെ പിന്നെ ഞാൻ എന്തെല്ലാം കാര്യം കർത്താവിനെതിരായി ചിന്തിച്ചു, അതെല്ലാം ക്ഷമിച്ചല്ലോ, ഇന്നും എന്നെ സ്നേഹിക്കുന്നല്ലോ, അതുകൊണ്ട് ഞാൻ സ്നേഹിക്കാമെന്ന് തീരുമാനിച്ചു. മനസ്സിലായോ? നമ്മൾ പലപ്പോഴും ആ വാക്യത്തിന്റെ പകുതിയെ പറയത്തുള്ളൂ, സഹോദരനെ സ്നേഹിക്കാനേ പറയത്തുള്ളൂ. കർത്താവ് അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ സ്നേഹം വെളിപ്പെടുത്താൻ സാധിക്കും, നമ്മുടെ പേരിനൊത്ത് ജീവിക്കാൻ സാധിക്കും. അടുത്ത പേര് വിശുദ്ധന്മാർ. എങ്ങനെ ജീവിക്കണം? വിശുദ്ധിയോടെ ജീവിക്കണം. ദൈവമക്കൾ എങ്ങനെ ജീവിക്കണം? അപ്പന് പ്രസാദമായി ജീവിക്കണം. കർത്താവ് ചോദിച്ചു, മലാക്കി മുഖാന്തരം ഇസ്രായേൽ മക്കളോട് ചോദിച്ചു, ഞാൻ അപ്പനെങ്കിൽ എന്നോടുള്ള ബഹുമാനം എവിടെ? അവരുടെ പ്രവൃത്തിയും അവരുടെ യാഗവും അവരുടെ പ്രാർത്ഥനയും അവരുടെ ഉത്സവമൊക്കെ ദൈവത്തിന് പ്രസാദമില്ലാതെ ജീവിച്ചതിൽ ചോദിക്കുക, ഞാൻ അപ്പനെങ്കിൽ നിങ്ങളെന്നെ അപ്പനെ വിളിക്കുന്നുണ്ടല്ലോ, എന്നോടുള്ള ബഹുമാനം എവിടെ? നമ്മൾ അവനെ അപ്പനെ വിളിക്കുന്നെങ്കിൽ, ദൈവമക്കൾ എന്ന പേര് നമുക്കുണ്ടെങ്കിൽ നാം ദൈവത്തെ ബഹുമാനിച്ച് ജീവിക്കണം. പിന്നെ പറഞ്ഞിരിക്കുന്ന പേരാ ദൈവത്തിന്റെ ആട്ടിൻകൂട്ടം. എന്ത് ചെയ്യണം? ഇടയന്റെ ശബ്ദം കേട്ടവനെ അനുഗ്രഹിക്കണം. ശബ്ദം അറിഞ്ഞ് അവനെ അനുഗ്രഹിക്കണം. രണ്ടുമുണ്ട്. വേറെ ഒരു ശബ്ദം കേൾക്കാൻ പോകരുത്. ഇന്ന് മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ അങ്ങോട്ട് തുറന്നു കഴിഞ്ഞാൽ ധാരാളം ശബ്ദങ്ങൾ വേറെ കേൾക്കാനുണ്ട്, ആത്മീയം എന്ന പേരിൽ. അതുകൊണ്ട് യോഹന്നാൻ 10:4 പറഞ്ഞിരിക്കുന്നത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം അറിഞ്ഞ് എന്നെ അനുഗമിക്കുന്നെന്നാണ്. കേട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ വാക്യമാണ്. കേട്ട് അനുഗമിക്കുന്നത് രക്ഷിക്കപ്പെടുന്ന കാര്യമാണ്. അറിഞ്ഞ് അനുഗമിക്കുന്നത് ശരിയായി ബോധ്യപ്പെട്ട് അനുഗമിക്കുന്ന കാര്യമാണ്.
അതുകൊണ്ട് കേൾക്കുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് അറിഞ്ഞ ശേഷമേ അത് വിശ്വസിക്കാവൂ. എല്ലാ പ്രസംഗവും കേൾക്കരുത്, എല്ലാ പാട്ടും പാടരുത്. നോക്കണം അത് ഉപദേശപ്രകാരമുള്ളതാണോ എന്നുള്ള കാര്യം. അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നതാണ് ആട്ടിൻകൂട്ടത്തിന്റെ ഉത്തരവാദിത്വം. ഒരു വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ക്രിസ്തുവിന്റെ മണവാട്ടി നമ്മുടെ പേരാണ്. ഇപ്പോ കഴിഞ്ഞ ആഴ്ച ഒരു കല്യാണം കഴിഞ്ഞു, ഈ ബുധനാഴ്ച കല്യാണം ഉറയ്ക്കുന്നു. ഈ കല്യാണ നിശ്ചയം കഴിഞ്ഞിട്ട് കല്യാണത്തിലടക്കമുള്ള സമയം മണവാട്ടി വിവാഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ നാം കർത്താവിന് വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. മണവാട്ടി എന്ന് പറയാൻ എളുപ്പമാണ്. നാം കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ളത് ജീവിതത്തിലൂടെ വെളിപ്പെടുത്തണം. പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് ലഭിക്കും. എനിക്ക് മാത്രമല്ല, തന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്നവർ, താൻ വരുമെന്ന് വിശ്വസിക്കുന്നവർക്കെന്നല്ല പറഞ്ഞത്, പിന്നെ ദോസ് ഹു ലവ് ഹിസ് അപ്പിയർ, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്നത്. എന്താ തെളിവ്? ഞാൻ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി പ്രിയം വെച്ചിരുന്ന തെളിവ് എന്തുവാ? വേറെ എങ്ങും പോകണ്ട. പൗലോസ് തന്നെ 3 കാര്യം പറഞ്ഞു. നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. അത് ചെയ്താൽ മതി. അത് ചെയ്യുന്നവൻ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതിന് തെളിയിക്കുക ജീവിതത്തിലൂടെ. അപ്പോൾ നമ്മുടെ ഇത്രയും തന്നെ പറഞ്ഞു വന്നത്, പേരിന് ഒത്ത് ജീവിക്കണം. അവർ പേരിന് ജീവിച്ചില്ല, സ്ഥലത്തിന്റെ പേര് തെറ്റിച്ചു, അവരുടെ പേര് തെറ്റിച്ചു, എല്ലാം കുഴപ്പത്തിലാക്കി. അപ്പൊ നമ്മുടെ പേര് നമുക്കറിയാമല്ലോ. വേറെ ചില പേരുണ്ട്, വിശ്വാസം വിട്ട് ഞാൻ പറയുവാണ്. പോലീസുകാർ നമുക്ക് അങ്ങനെ പോലീസുകാരെ അറിയാൻ പറ്റുന്നത് വസ്ത്രം കൊണ്ട് അറിയാൻ പറ്റും. പോലീസിന് പേരുണ്ട്, പോലീസിന് ഉത്തരവാദിത്വമുണ്ട്. എന്നറിയാം ഉത്തരവാദിത്വം? പോലീസിന് ഉത്തരവാദിത്വം നമ്മൾ ലളിതമായി പറഞ്ഞാൽ മോഷ്ടിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കുക. ഈ പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് മോഷ്ടിച്ചാലോ? ഒരു അധ്യാപിക, ടീച്ചറിന്റെ പേര് പറയുമ്പോൾ തന്നെ ഒരു പദവിയുണ്ട്. എന്താ ഉത്തരവാദിത്വം? സ്കൂളിൽ വന്ന് കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കുക. സ്കൂളിലെ കസേരയിൽ പോയി ഉറങ്ങിയാലോ? പ്രയാസം മനസ്സിലായല്ലോ. ഒരു സെക്യൂരിറ്റി, വാച്ച്മാന് വസ്ത്രമുണ്ട്, കണ്ടാ അറിയാം വാച്ച്മാനാ. എന്താ ജോലി? അവന്റെ ഉടമസ്ഥന്റെ ഒരു വസ്തു ആരും മോഷ്ടിക്കാതെ അവൻ കാവലിരിക്കണം. രാത്രി സ്വസ്ഥമായിട്ട് മോലിക്കുന്ന ഉറങ്ങിയാലോ? അതിനൊക്കെ ശിക്ഷ അനുഭവിക്കും. ഈ ഭൂമിയിൽ ഉള്ള 3 ഓഫീസ് ജോലി ഞാൻ പറഞ്ഞത്, അത് ശിക്ഷ അനുഭവിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ അവരെ പോലെയല്ല, ഒരു ശമ്പളം മേടിക്കുന്നവരല്ല, രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. എന്നിട്ടായി പേരും പദവിയും നമുക്ക് തന്നത്. അതിനൊത്തവണ്ണം ജീവിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിന്നെ അവിടെ വായിക്കുന്ന ഒരു വാക്ക് നോക്കിക്കേ. 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, യഹൂദിയയിലെ ബേത്ലഹേമിലുള്ള ഒരു ആൾ, സർട്ടൻ മാൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ആൾ, അവിടെ പേര് പറഞ്ഞില്ല. അടുത്ത വാക്യത്തിലെ പേര് പറഞ്ഞുള്ളൂ. എന്താ ഈ ഒരു മാൻ, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞ കാരണം എന്തുവാ? സർട്ടൻ മാൻ. അങ്ങനെ പറയാൻ കാരണം കുടുംബത്തിന്റെ ഉത്തരവാദിത്വം അപ്പനാണ്. അവിടെ പരാജയമുണ്ടാൽ അതിന്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തോടെ ചോദിക്കത്തുള്ളൂ. അത് സംശയമില്ലാത്ത കാര്യമാണ്. വിശ്വാസികൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. കൽപ്പന കൊടുത്തത് ദൈവം ആദമിനെ സൃഷ്ടിച്ച് തോട്ടത്തിലാക്കി കൽപ്പന കൊടുക്കുക. പിന്നെ വായിക്കുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവർ തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുക്കും. കൽപ്പന കൊടുത്തത് ആദമിനാണ്, പിന്നാണ് ഹവ്വയെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇപ്പൊ കൽപ്പന കിട്ടിയത് ആർക്കാണ്? ആദമിന്, കുടുംബത്തിൽ നിന്ന് ആദമിനെ. പാപം ചെയ്ത ആരാ? എന്താ അറിയത്തില്ല? പാപം ചെയ്ത ആരാ? ഹവ്വ പാപം ചെയ്തു. റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും. എന്താ കാര്യം? പ്രമാണം കൊടുത്തത് അപ്പനാണ്, അമ്മയ്ക്കല്ല, മക്കൾക്കല്ല. അപ്പൻ അക്കാര്യം പാലിപ്പാൻ ബാധ്യസ്ഥരാണ്. അപ്പൻ പരാജയപ്പെട്ടാൽ അപ്പന്റെ പേരിൽ ചോദ്യം വരും. അതുകൊണ്ട് വായിക്കുന്നത് ഒരു ആൾ വിട്ടുപോയി. അതുകൊണ്ട് കുടുംബത്തിന് നാഥനാണെങ്കിലും സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവരാണെങ്കിലും ഉത്തരവാദിത്വം അവർക്കാ. ചോദിക്കുന്ന അവരോടായിരിക്കും. വിശ്വാസത്തിലുള്ള പരാജയത്തിന് കണക്ക് കൊടുക്കുവാൻ മൂപ്പന്മാരും സുശേഷന്മാരും ബാധ്യസ്ഥരാണ്. മക്കളുടെ കാര്യത്തിൽ കണക്ക് കൊടുക്കുവാൻ അപ്പൻ ബാധ്യസ്ഥരാണ്. അതാ പ്രമാണം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. പിന്നെ അവർ വായിക്കുന്നത്, മോവാബിലേക്ക് പോയി എന്ന 1-ാം വാക്യം. അങ്ങനെയല്ലേ? അവൻ പുത്രന്മാരുമായി
മോവാബ് ദേശത്ത് പരദേശിയായി പാർക്കുവാൻ പോയി. അവിടെ ആ വാക്ക് വായിക്കുമ്പോൾ പരദേശിയായി പാർക്കുവാൻ പോയി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഇപ്പോൾ ഒരു ക്ഷാമമൊക്കെ വന്നെങ്കിലും അങ്ങോട്ടൊന്ന് പോകാം. പരദേശിയാ കേട്ടോ, നമ്മളവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ പോകുന്നില്ല, നമ്മളിങ്ങനെ പെട്ടെന്ന് ഇങ്ങി പോരും. ഇതാണ് അവരുടെ പോക്കിന്റെ ലക്ഷ്യം. എന്നെ കേൾക്കുന്ന യൗവനക്കാരോട് ഞാൻ പ്രത്യേക ഒരു വാക്ക് പറയട്ടെ. ഒരു പക്ഷേ തെറ്റായ ഒരു തീരുമാനം ഏതെങ്കിലും കാര്യത്തിൽ എടുക്കുന്നെങ്കിൽ അത് സാരമില്ല എന്ന് വിചാരിച്ചായിരിക്കും ആദ്യം അത് എടുക്കുന്നത്. സാരമില്ല. പക്ഷെ അത് സാരമില്ലെന്ന് വിചാരിക്കരുത്. ആ തെറ്റായ തീരുമാനം അവിടെ വായിക്കുന്നത് ഹി വെന്റ് ഡൗൺ ടു മോവാബ് എന്ന ഇംഗ്ലീഷിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായിട്ട് താണസ്ഥലമായതുകൊണ്ട് അങ്ങനെ പറഞ്ഞേക്കുക. അതുപോലെ തന്നെയായിരുന്നു തന്റെ തീരുമാനത്തിന്റെ പരാജയം. അവൻ പോയത് അവിടേക്ക് പോയി എന്നാണ് ഒന്നാമത്തെ വാക്യം. രണ്ടാം വാക്യം നോക്കിക്കേ, അവർ മോവാബ് ദേശത്ത് ചെന്ന് അവിടെ താമസിച്ചു. ആൻഡ് റിമൈൻ ദെയർ. അവിടെ താമസിച്ചു. പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. പോയത് അതിനല്ലായിരുന്നു. നോക്കിക്കേ മൂന്നാമത്തെ കാര്യം, 4-ാം വാക്യത്തിന്റെ അവസാന ഭാഗം, 10 സംവത്സരം അവിടെ പാർത്തു. 1 പോയി, 2 താമസിച്ചു, 3 പാർത്തു. ഈ 3 വാക്കുകൾ വിശ്വാസത്തിന്റെ പരാജയത്തിന്റെ പടികളാണ്. ആദ്യത്തെ തീരുമാനം തെറ്റിയാൽ പിന്നത്തേതും തെറ്റും. തീരുമാനം ശരിയാണെങ്കിൽ ഉറച്ചൊളിച്ച് മുകളിലേക്ക് പോകാൻ സാധിക്കും. ഞാൻ ഉദാഹരണം പറയാം. 1-ാം സങ്കീർത്തനം എല്ലാവർക്കും അറിയാമല്ലോ, കാണാൻ അറിയാം അല്ലേ? നടക്കരുത്, അങ്ങനല്ലയോ? നിൽക്കരുത്, ഇരിക്കരുത്. ദുഷ്ടന്മാർ ആരോഗ്യപ്രകാരം നടക്കരുത്, പാവികളുടെ വഴിയിൽ നിൽക്കരുത്, പിന്നെ പരിഹാസങ്ങളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. നടക്കരുത്, നിൽക്കരുത്, ഇരിക്കരുത്. ഞാൻ ചോദിക്കട്ടെ, നടക്കുന്ന ഒരാള് നിൽക്കുവാൻ പ്രേരിപ്പിക്കപ്പെടുന്നത് എപ്പോഴാണ്? ക്ഷീണിക്കുമ്പോഴാണ്, അല്ലയോ? ക്ഷീണിക്കുമ്പോഴാണ്. നിൽക്കും. തെറ്റായ നടക്കുന്നെങ്കിൽ ക്ഷീണിച്ച് നിൽക്കുന്നവിടെന്നറിയാമോ? തെറ്റായ സ്ഥലത്ത് തന്നെ ആയിരിക്കും. നടന്നു നിന്നത് പാവിയുടെ കൂടെയാണ്. നിന്ന് ക്ഷീണിക്കുന്ന ഒരാൾ പിന്നെന്ത് ചെയ്യും? ഇരിക്കും. അപ്പൊ നിപ്പ് ഇരിപ്പെന്ന് പറഞ്ഞ ജീവിതത്തിന്റെ അധപ്പതനമാണ്. അത് വരാൻ പാടില്ല എന്ന പ്രമാണം പഠിക്കും. ഞാൻ ഒരാളിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അത് മറ്റാരുമല്ല, കർത്താവിനോട് നടന്ന് ഏറ്റവും മുൻപന്തിയിൽ നിടുന്ന പത്രോസിനെ കുറിച്ച് വാക്യം വായിച്ചു. ലൂക്കോസ് സുവിശേഷം 22-ാമത്തെ അധ്യായം, ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 54, 54-ാമത്തെ വാക്യം. പത്രോസിന് സംഭവിച്ച കാര്യം നോക്കിക്കേ. പത്രോസ് അകലം വിട്ട് പിഞ്ചെന്നു. ഹി വാക്ക് ഇൻ ഡിസ്റ്റൻസ്. അവന് അകലം വിട്ട് നടന്നു എന്ന വാക്യം മനസ്സിലായോ? പത്രോസ് നടന്നു, അകലം വിട്ട്. കൂടെ പോകുന്നവരാ, അടുത്ത് നടക്കുന്നത് മറ്റു ശിഷ്യന്മാരാ. അവർക്ക് നടക്കാൻ ഭയമില്ല, കർത്താവിന് കൂടെ അവർ നടക്കുന്നുണ്ട്. ഇദ്ദേഹം ഒരു പാപം ചെയ്തു, വാളെടുത്ത് എല്ലാവരും കാണെ ഒരാളുടെ ചെവിയെ കറുത്തെടുത്തു. ആ ദുഃഖം കൊണ്ട്, ആ അനുതാപം കൊണ്ട് താനെ കൂടെ നടക്കാതെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ നടന്നു, അകലം വിട്ട് നടന്നു. പത്രോസ് നടന്നു. ആ നടപ്പ് തെറ്റാ. അടുത്ത വാക്യം വായിച്ചു, യോഹന്നാൻ 18:18, ജോൺ ചാപ്റ്റർ 18 വേഴ്സ് 18. നടന്ന പത്രോസിന് സംഭവിച്ചത് എന്താ? ഇരുന്നു. നിന്നു. നമുക്ക് എന്താ ആവശ്യം? പത്രോസ് നടന്നു, പിന്നെന്ത് ചെയ്തു? നിന്നു. എവിടെ നിൽക്കുന്നത്? പടയാളികളും ചേവരും തീ കാഞ്ഞെടുത്ത് നിൽക്കുക. ആരാ? വിശ്വാസികളാണോ? അല്ല. ശിഷ്യന്മാരാണോ? അല്ല. കർത്താവിനെ അറിയാവുന്നവരാണോ? അല്ല. നടപ്പ് മറ്റുള്ളവരുടെ കൂടെ. ക്ഷീണിച്ചപ്പോൾ നിന്നതോ, തീയായി നിന്നതോ, അതും അവിശ്വാസികളുടെ കൂടെ. ഇനി വായിച്ച മുമ്പത്തെ വാക്യത്തിലേക്ക് മടങ്ങി വരാം. ലൂക്ക് ചാപ്റ്റർ 24, ലൂക്കോസ് 24:55 വായിച്ച്, 54 വായിച്ചായിരുന്നു, 55 വായിച്ച്. പത്രോസും അവരുടെ ഇടയിൽ ഇരുന്നു. മനസ്സിലായോ? പത്രോസ് നടന്നു, പത്രോസ് നിന്നു, പത്രോസ് ഇരുന്നു. ഈ 3 കാര്യം ചെയ്തത് വാളെടുത്ത് മഹാബലിയുടെ ദാസന്റെ ചെവി അറുത്ത ശേഷം.
അതുവരെ കൂടെ നടന്നയാളാണ്. അപ്പോൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്റെ നടപ്പിന് വ്യത്യാസം വന്നു, നിപ്പിന് വ്യത്യാസം വന്നു, ഇരിപ്പിന് വ്യത്യാസം വന്നു. ആ 3 സ്ഥലവും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളായിരുന്നു, ദൈവത്തെ അറിയാത്തവരുടെ കൂടെയായിരുന്നു. അപ്പൊ മുൻപ് നിന്ന പത്രോസിന് പോലും പരാജയം ഉണ്ടായി. അത് നമുക്കൊരു മുന്നറിയിപ്പാണ്. പാടില്ലെന്ന് നമ്മളെ അറിയിക്കുക. ഇനി ഒരു വാക്കൂടെ പറയാൻ നിവൃത്തിയില്ല. ഈ പത്രോസ് യോഹന്നാൻ 21 വായിക്കേണ്ട ഒരു വാക്ക് പറഞ്ഞു കർത്താവിനോട്, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവസാനം പറഞ്ഞു, കർത്താവ് നീ സകലവും അറിയും. ഒറ്റ വാക്കുകൊണ്ട് താൻ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് പിന്നെ ഒരിക്കലും താൻ അങ്ങനെ ഇരുന്നിട്ടുമില്ല, നിന്നിട്ടുമില്ല. ഞാൻ സമയക്കുറവുകൊണ്ട് ഞാൻ ആ വാക്ക് പറയാൻ പോകുക. താൻ പിന്നെ നിന്നതും ഇരുന്നതും നടന്നതുമൊക്കെ ശ്രേഷ്ഠമായ നിലയിലാണ്, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടാണ് മാനസാന്തരപ്പെട്ടു. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ ആ തെറ്റായ തീരുമാനം ഏതെങ്കിലും നിലയിൽ നമ്മുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മടങ്ങി വരുവാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുന്നു. അതാണ് പത്രോസിനോട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു പ്രബോധനം. മടങ്ങി വരാം. രൂത്തിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം. അവിടെ വായിക്കുമ്പോൾ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്, ബേത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്തിനായിരുന്നു അവർ മോവാബ് ദേശത്തേക്ക് പോയി. ഇപ്പോൾ അവർ പോയിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുകൂടി ചിന്തിക്കണം. അവർ പോയത് എഫ്രാത്തിൽ നിന്ന് മോവാബിലേക്കാണ്. ഫലപ്രദമായ സ്ഥലത്ത് നിന്ന് ശപിക്കപ്പെട്ട സ്ഥലത്തേക്കാണ്. ഈ ശപിക്കപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ മോവാബിന്റെ ഉത്ഭവം എന്തെന്ന് ഇടിക്കുന്ന എല്ലാവർക്കും അറിയാമെന്നല്ലോ, ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം വീട്ടിൽ പോയി ശാന്തമായിട്ട് വായിച്ചാൽ മതി. മോവാബ് എന്ന് പറയുന്ന ഒരാളിന്റെ പേരാണ്. ആ ആള് പാർത്ത് ദേശമാണ് മോവാബ് ദേശം. അവന്റെ സന്തതികൾ തലമുറയാണ് മോവാബ്യർ എന്നറിയപ്പെടുന്നത്. ഈ ആള് ലോത്തിന്റെ മകനുമാണ്, ലോത്തിന്റെ കൊച്ചുമകനുമാണ്. അപ്പൊ തീർന്നൊരു കാര്യം മനസ്സിലായി. പാപത്തിന്റെ ഫലമായിട്ടുണ്ടായ സന്തതികളുടെ ദേശമാണ് മോവാബ്. ഒരു ബന്ധവും ദൈവമായിട്ടില്ല, ദൈവമക്കളുമായിട്ടില്ല. ആ ദേശത്തേക്ക് പോകുവാൻ പാടില്ലെന്ന് പ്രമാണം കൊടുത്തിട്ടുണ്ട്. വായിച്ചു ആവർത്തന പുസ്തകം 23-ാം അധ്യായം, Deuteronomy chapter 23 verse 3. അവിടെ മോശ മുഖാന്തരം പ്രമാണം കൊടുക്കുമ്പോൾ മോവാബിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ആവർത്തനം 23:3. പത്താം തലമുറയ്ക്ക് പോലും പ്രവേശനമില്ലെന്ന് മോശ മുഖാന്തരം പ്രമാണം കൊടുത്തിട്ടുണ്ട്. അത്രമാത്രം നിഷിദ്ധമായ ഒരു ജാതിയാ. തീർന്നില്ല. നെഹമ്യാ പറഞ്ഞ അങ്ങനല്ല. വായിച്ച നെഹമ്യാവിന്റെ പുസ്തകം 13-ാം അധ്യായം. നെഹമ്യാ കുറച്ചുകൂടി കടുപ്പിച്ചാണ് പറഞ്ഞേക്കുന്നത്, ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവനായി. 13-ാം അധ്യായം 1-ാമത്തെ വാക്യം, നെഹമ്യാ ചാപ്റ്റർ 13 verse 1. ഒരു നാള് പ്രവേശിക്കരുതെന്നാ ആദ്യം മോശവാദനം പറഞ്ഞു. 10-ാം തലമുറ. നെഹമ്യാ കുറച്ചുകൂടെ കടുപ്പിച്ച പറഞ്ഞത്, ഭക്തനായ മനുഷ്യൻ ദൈവത്തെ കൂട്ടി പരാജയത്തിന്റെ പരിഹാരമുണ്ടാക്കി ദേവാലയത്തിന്റെ പണിയോ മതിലിന്റെ പണിയൊക്കെ ചെയ്ത മനുഷ്യൻ, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊന്നും പറ്റത്തില്ല, സമ്മിശ്രമായ അനുഭവങ്ങളൊന്നും വേണ്ട, വേർപാട് പാലിക്കണം. ദൈവത്തിന്റെ ആത്മാവ് നിയന്ത്രിച്ച് പറയുന്നു, ഒരു നാളും പ്രവേശിക്കാൻ പാടില്ലാത്തവരാണ് മോവാബിൽ. പിന്നെ നമുക്കറിയാവുന്ന വാക്യമുണ്ടല്ലോ, കാണാൻ അറിയാവുന്ന വാക്യം സങ്കീർത്തനത്തില്, മോവാബിലേക്ക് കഴുകുവാനുള്ള വട്ടക. എന്തോ അതിനർത്ഥം? എന്ത് കഴുകാനുള്ള വട്ടക എന്ന് പറഞ്ഞാൽ വാഷ് ബേസിൻ. വാഷ് ബേസിൻ എന്താ കഴുകുന്നത്? സ്വർണ്ണോ വെള്ളിയോ? പിന്നെ കൈ കഴുകുന്നു, തുപ്പുന്നു. വാഷ് പോട്ട് എന്ന് ഒരു അർത്ഥമുണ്ട്. അത് പാത്രം കഴുകുന്ന സ്ഥലമാണ് വാഷ് പോട്ട് എന്ന് പറഞ്ഞാൽ. അവിടെ എന്തോ കഴുകുന്നത്? വേസ്റ്റ് വന്ന പാത്രം, അഴുക്ക് കഴുകുന്ന സ്ഥലം. മോവാബിന് കഴുകാനുള്ള വട്ടക. അത്രമേ സ്ഥാനമേ ദൈവദൃഷ്ടിയിൽ മോവാബിനുള്ളൂ. അത്ര മ്ലേച്ഛമായ സ്ഥലത്തേക്ക് ഇവർ പോയി എന്ന് പറയുമ്പോൾ എത്ര കഠിനമായ കാര്യമാണ്, എത്ര കഠിനമായ കാര്യമാണ്. അത് പോകാൻ പാടില്ല. തീരുമാനം തെറ്റിപ്പോയാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള പരാജയം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ ഇനിയും വേറെ കാര്യം കൂടെ പറയാം. നിങ്ങൾ വീട്ടിൽ പോയി നോക്കിയാൽ മതി. ഇപ്പൊ നോക്കിയാൽ സമയം പോകും. ബൈബിളിന്റെ അവസാന പേജുകളിൽ ചില പടങ്ങളുണ്ട്, ചിത്രങ്ങളുണ്ട്. അതില് ഇസ്രായേലിന്റെ 12 ഗോത്രം എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ആ 12 ഗോത്രത്തിന്റെ പടം വായിച്ചാൽ മനസ്സിലാകും. അതിന്റെ വലത് ഭാഗത്താണ് മോവാബ് എന്ന ദേശം ഇരിക്കുന്നത്, ഇടത് ഭാഗത്താണ് യഹൂദ ദേശം. ഈ രണ്ട് ദേശത്തിന്റെ ഇടയ്ക്ക് യോർദാൻ നദിയുണ്ട്. ഒരിക്കൽ ഇവര് മിസ്രൈമിൽ നിന്ന് വന്ന കൂട്ടത്തിൽ
മോവാബ് ദേശത്തൂടെ കടന്ന് ഇങ്ങോട്ട് വന്നത്. അന്ന് യഹോവ പറഞ്ഞായിരുന്നു, മോവാബ് നിന്റെ സഹോദരനാ, ആ ബന്ധം ഉണ്ടല്ലോ, അറിയാമല്ലോ, സഹോദരന് അവനെ ഞെരുക്കരുത്, അതുകൊണ്ട് പടയെടുക്കരുത്, അവിടെ കാലുപോലും വെക്കരുത്, പെട്ടെന്ന് അങ്ങ് പൊക്കോണം എന്ന് പറഞ്ഞു വിട്ടതാ. അവർ പെട്ടെന്ന് ഇങ്ങ് പോരുന്നു. എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ചെങ്കടൽ കടന്ന് അവർ അക്കരെ ചെന്ന് ദേശം അവകാശപ്പെടുത്തി. ഇപ്പോൾ ഇവര് മോവാബ് പോണെങ്കിൽ എന്ത് ചെയ്യണം? ചെങ്കടലിൽ പിന്നെയും കടന്നു കാണാം. എന്താ ചെങ്കടൽ? അവർ അപ്പന്മാർക്ക് ലഭിച്ചതിലും വലിയ നന്മയാണ്. അവർ അപ്പന്റെ അപ്പനായ അബ്രഹാം പോലും ഒരു നദി മാത്രമേ കടന്ന് ഇക്കരെ വന്നുള്ളൂ, യൂഫ്രട്ടീസ് നദി. ആ നദി കടന്ന് ഇക്കരെ വന്നുകൊണ്ടാണ് എബ്രായൻ എന്ന പേര് തനിക്ക് ലഭിച്ചത്. വേർപാടുകാരൻ എന്നതിന്റെ അർത്ഥം. വ്രതകാരൻ എന്നല്ല, വേർപാടുകാരൻ. ആദ്യത്തെ വേർപാടുകാരനാണ് അബ്രഹാം. ഒരു നദിയെ കടന്നുള്ളൂ. അദ്ദേഹത്തിന്റെ സന്തതി പരമ്പര മിസ്രൈമിൽ നിന്ന് വരുമ്പോൾ ആദ്യം ഒരു കടൽ കടന്നു, പിന്നെ ഒരു നദി കടന്നു. വേർപാടിന്റെ ഡബിൾ. 2 പ്രാവശ്യം ഒരു വേർപെട്ടവരാണ്. 2 പ്രാവശ്യം വല്യപ്പനേക്കാളും നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ചതിനേക്കാൾ എത്രയോ നന്മ നമ്മൾ അനുഭവിക്കുന്നു ആദ്യമായിട്ട്. അന്ന് അവർക്കില്ലാത്ത എത്രയോ ആനുകൂല്യങ്ങൾ നമുക്കിന്നുണ്ട്. അന്ന് പലരും കറണ്ടില്ലാത്ത, ലൈറ്റില്ലാത്ത, ഇലക്ട്രിസിറ്റി ഇല്ലാത്ത കാലങ്ങളിൽ മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചല്ലേ ബൈബിൾ വായിച്ചതും പഠിച്ചതും പ്രാർത്ഥിച്ചതും അന്നത്തെ ആൾക്കാരെ പഠിപ്പിച്ചതും. അവർ ഭക്തിയോടെ ജീവിച്ചില്ലേ? നമുക്കിന്ന് എന്തിന്റെ കുറവാണ്? അലമാരി നടത്തിയ പുസ്തകമാണ് ബൈബിൾ കൂടാതെ. എനിക്ക് 10,000 പുസ്തകമുണ്ട്. നമുക്കെന്തിന്റെ കുറവാണ്? നമുക്കിവിടെ ഭക്തി. അപ്പന്മാരെക്കാൾ നന്മ നമ്മൾ അനുഭവിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ വേർപാടിന്റെ മഹത്വം ശരിക്ക് അനുഭവിച്ച് ജീവിക്കേണ്ടവരാണ്. അവരെന്ത് ചെയ്തു? ചെങ്കടൽ കടന്ന് ഇക്കരെ വന്നവര്, യോർദാൻ കടന്ന് അക്കരെ വന്നവര് കുറെ കഴിഞ്ഞപ്പോൾ പിന്നെയും യോർദാൻ കടന്ന് തിരികെ പോയെന്ന് പറഞ്ഞാൽ എത്ര കഠിനമായ പിന്മാറ്റമാണ്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ പടം നോക്കാം, നേരം അറിയാം അതിന്റെ ഗൗരവം. ചുമ്മാ ഒന്നും ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. ബേത്ലഹേമിൽ നിന്ന് മോബിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് ഹരിപ്പാട്ട് പോകുന്നതൊന്നും പോകാനൊന്നും പറ്റത്തില്ല. കഷ്ടപ്പെട്ടാ പോയത്, കഷ്ടപ്പെട്ട്. മനസ്സിലായോ? മനഃപൂർവ്വം പോയെന്നൊരു അർത്ഥം. മനഃപൂർവ്വം പോയി. അത് കഠിനമായൊരു പോക്ക. അങ്ങനെ പോകുവാൻ പാടില്ല എന്ന് ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യമാണ് അതിലൊക്കെ ശ്രേഷ്ഠമായിരിക്കുന്ന കാര്യം. അവർ പോയത് എവിടെ നിന്നറിയാമോ? പാപത്തിന്റെ ഫലമായി ഒരു ജനനം നടന്ന സ്ഥലത്താണ്. അത്ര അറിഞ്ഞാൽ മതി. ഇനി അടുത്ത വാക്യം മനസ്സിലാവും. മീഖ പ്രവചനം 5-ാം അധ്യായം, ഇപ്പോൾ മൈക്ക ചാപ്റ്റർ 5. അവിടെ ഒരു ജനനം നടക്കുവാൻ പോകുന്നുവെന്ന് പിന്നീട് പ്രവചിച്ചു. മീഖ പ്രവചനം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. നീയോ ബേത്ലഹേം എഫ്രാത്തെ, യഹൂദ നഗരങ്ങളിൽ എത്ര ചെറുതായിരുന്നാലും ഇസ്രായേലിന്റെ അധുവനായിരിക്കേണ്ടവൻ നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. അവിടെ യഹൂദയും വന്നു, ബേത്ലഹേം വന്നു, എഫ്രാത്തും വന്നു. യഹൂദിയ ദേശത്ത് ബേത്ലഹേം പട്ടണത്തിൽ എഫ്രാത്ത് നഗരത്തിലാണ് ആര് ജനിക്കാൻ പോകുന്നത്? യേശു. BC 1000-ലാണ് രൂത്തിന്റെ പുസ്തകം എഴുതുന്നത്. BC 750-ലാണ് മിഖയുടെ പുസ്തകം എഴുതുന്നത്. 250 വർഷത്തെ കാലഘട്ടം വ്യത്യാസമുള്ളൂ. 250 വർഷം. ഈ മനുഷ്യന് കുടുംബമായിട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോയി 250 വർഷം കഴിഞ്ഞപ്പോഴാണ് മീഖ പ്രവചിക്കുന്നത് ഈ എഫ്രാത്തിലാണ് യേശു ജനിക്കാൻ പോകുന്നത്. യേശു ആരാ? ലോകത്തിന്റെ മുഴുവൻ പാപത്തിന് പരിഹാരത്തിനായി ജനിക്കാൻ പോകുന്നു. അപ്പോൾ തന്നെ പാപത്തിന്റെ ഫലമായി ജനിച്ചിടത്തേക്ക് ഇവരിറങ്ങിപ്പോയി. ഗൗരവം മനസ്സിലായോ? ഞങ്ങളത് പറയാൻ വേണ്ടി ആ വാക്ക് വായിപ്പിച്ചു. വരുവാൻ പോകുന്ന നന്മ അദ്ദേഹം അറിഞ്ഞില്ല, സത്യം അറിഞ്ഞില്ല. പിന്നെ പ്രവചനം കിട്ടിയത്. നമുക്കും അറിയത്തില്ല നാളത്തെ നന്മ എന്താണ്. ഒത്തിരി നന്മ ദൈവം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ അറിയിക്കത്തില്ല, പിന്നെ അറിയിക്കത്തില്ല. പൗലോസ് തന്നെ പറഞ്ഞല്ലോ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരാലും നിങ്ങളെ അവൻ ഉയർപ്പിച്ചു. ഉയർപ്പിച്ച് എവിടെ ഇരുത്തിയിരിക്കുക? ക്രിസ്തുവിനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക. എന്തിനാ? തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ അവിടെ ചെന്നിട്ട് ബാക്കി കാണാൻ പോകുന്നതേ ഉള്ളൂ. സ്വർഗത്തിൽ ചെന്നിട്ട് ബാക്കി കാണാൻ പോകുന്നതേ ഉള്ളൂ. അത്ര ശ്രേഷ്ഠമായ കാര്യം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പലതും വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടെന്താ വെളിപ്പെട്ടതിനൊത്തവണ്ണം ജീവിച്ചാൽ ബാക്കി വെളിപ്പെട്ട് കിട്ടുമ്പോൾ നമുക്ക് വിലപ്പെടാൻ സാധിക്കും. ഈ മനുഷ്യന് വെളിപ്പെട്ടതുപോലെ ജീവിച്ചില്ല, ഇറങ്ങിപ്പോയി. പിന്നെ അറിയുന്നത് അയ്യോ നഷ്ടമായി പോയല്ലോ, യേശു ജനിച്ചത് ഞങ്ങളുടെ ഗ്രാമത്തിലാണെന്ന് പറയാൻ സാധിക്കുമായിരുന്നു ഇദ്ദേഹത്തിന്റെ തലമുറയ്ക്ക്. പറയാൻ പറ്റാതെ പോയി. അത് നഷ്ടം. ചില തീരുമാനങ്ങൾ തെറ്റിപ്പോയാൽ
അതിന്റെ അനന്ത ഫലങ്ങൾ ദീർഘനാളിങ്ങനെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആവർത്തിച്ച് പറയാ നമുക്ക് ഗൗരവത്തോടും സൂക്ഷ്മതയോടും ജീവിക്കാം. ഒരു പ്രഷർ വന്നാൽ, സമ്മർദ്ദം വന്നാൽ തീരുമാനമൊന്നും മാറ്റരുത്. അല്പപ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും, നഷ്ടമോ കഷ്ടമോ ഒക്കെ അനുഭവിക്കേണ്ടി വരും. സാരമില്ല. ചിലപ്പോൾ ഒറ്റപ്പെട്ടെന്ന് വരും, ആരും അടുത്തില്ലെന്ന് വരും. സാരമില്ല, കർത്താവ് അടുത്തുണ്ട്. നന്മയൊന്നും നമ്മൾ മനഃപൂർവ്വം മുടക്കിക്കളയല്ലേ എന്ന പറഞ്ഞതിന്റെ അർത്ഥം അത് വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് വായിക്കാൻ പോകുന്നത് അടുത്ത 3 വാക്യമാണ്. 3, 4, 5 വാക്യം. അവിടെ ഒരു കണക്കുണ്ട്. നിങ്ങൾ നോക്കിക്കാണും, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ആ കണക്ക് നിങ്ങൾ അറിയാവുന്നവർ ഒന്ന് പറയണം, ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒന്ന് മുഴുവെങ്കിലും വേണം. നോക്കണേ. നവോമിയുടെ ഭർത്താവായ എലിമേലേക്ക് മരിച്ചു, അവളും 2 പുത്രന്മാരും ശേഷിച്ചു. ശരിയാണല്ലോ അല്ലേ? 4 പേര് പോയി, ഒരാൾ മരിച്ചു, 3 പേര് ശേഷിച്ചു. പിന്നെ അവർ മോവാബ് സ്ത്രീകളെ വിവാഹം കഴിച്ചു. ഒരുത്തിക്ക് ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേര്. ഏകദേശം 10 സംവത്സരം അവിടെ പാർത്തു. ഇപ്പൊ എത്ര പേരായി ബാക്കി? നവോമി, 2 ആമക്കളെ, 2 മരുമക്കൾ. എത്ര പേരായി? ഒന്ന് ഉറച്ചു പറ. 5 പേര്. അടുത്ത വാക്യം കണ്ടോ? പിന്നെ മഹ്ലോനും കില്യോനും 20 മരിച്ചു. അങ്ങനെ 2 പുത്രിമാരും ഭർത്താവും കഴിഞ്ഞു. ഇനിയും പറ, എത്ര പേരുണ്ട്? 3. അവിടെ എത്ര പേരായി എഴുതിയിരിക്കുന്നത്? സ്ത്രീ മാത്രം. അതിനെ കണക്ക് തെറ്റിയോ? കണക്ക് തെറ്റത്തില്ല. പരിശുദ്ധാത്മ ഞാനിത് ഇത് പറയുമ്പം എനിക്ക് അത് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിയണം. പരിശുദ്ധാത്മാവിന് കണക്ക് തെറ്റത്തില്ല. ഓർപ്പയുടെയും രൂത്തിന്റെയും കണക്ക് കർത്താവിന്റെ ലിസ്റ്റിൽ ഇല്ല. അവർ മോവാബ് സ്ത്രീകളാണ്. അവർ പ്രമാണം കിട്ടിയവരല്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് ബൈബിളില്ല, സഭാഹോളില്ല, സഭായോഗമില്ല, മൂപ്പന്മാരില്ല, സുശേഷന്മാരില്ല, കൂട്ടുവിശ്വാസികളില്ല. ദൈവത്തിന്റെ കണക്കിൽ അവരില്ല. ആത്മാവിന് കണക്ക് തെറ്റത്തില്ല. സ്ത്രീ മാത്രം ശേഷിച്ചു. അവൾ ആരാ? അവൾ പ്രമാണം കിട്ടിയോളാ. യോദ്ധാ കിടന്ന് അക്കരെ പോയോളാ. ആ കണക്കുണ്ട്. ദൈവം കണക്ക് അവരോട് ചോദിക്കും, മറ്റവരോട് ചോദിക്കത്തില്ല. എന്റെ സഹോദരന്മാരെ, എന്നോടും നിങ്ങളോട് കർത്താവ് കണക്ക് ചോദിക്കൂ. നാട്ടുകാരോട് ചോദിക്കത്തില്ല. ഗൗരവമായിരിക്കുന്ന വിഷയമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കുന്നത്. ഇനി ഉൽപ്പത്തി പുസ്തകത്തിലെ സംഭവം നമുക്കറിയാമല്ലോ. പാപം ചെയ്തു ഹൗവ. ആദും അവയും കൂടെ ഒളിച്ചിരുന്നു. യഹോവ വന്ന് ആ വാക്കൊന്ന് വായിച്ച് നോക്കിക്കേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാമത്തെ വാക്യം. ജെനസിസ് ചാപ്റ്റർ 3:9. ചോദ്യം മനുഷ്യനോട്. പറഞ്ഞു. 11-ാം വാക്യം. അപ്പൊ മനുഷ്യനോട് ചോദിച്ചു. എന്താണെന്നറിയാമോ? കണക്ക് ചോദിച്ചു. എന്താ കാര്യം? അവന് കൽപ്പന കൊടുത്ത. അടുത്ത വാക്യം എന്നാ? ആ ചോദ്യത്തിന് മറുപടി അതല്ലല്ലോ, ശരിയല്ല, കർത്താവ് ഒന്നും അംഗീകരിച്ചിട്ടില്ല. അടുത്ത വാക്യം എന്നാ? 11-ാം വാക്യം. 13. മതി. യഹോവ ദൈവം ആദമിനോട് ചോദിച്ചു. യഹോവ ദൈവം ഹവ്വയോട് ചോദിച്ചു. അതാ പറയുന്നത്, കണക്ക് ചോദിക്കും തന്നവരോടെ. അടുത്ത വാക്യം എന്നാ? 14-ാം വാക്യം. യഹോവ ദൈവം പാമ്പിനോട് കൽപ്പിച്ചു. അല്ലേ? ചോദിച്ചോ? പാമ്പേ, നീ എന്നാ അങ്ങനെ ചെയ്തേ? ചോദിക്കത്തില്ല. പാമ്പിന് കൽപ്പന കൊടുത്തിട്ടില്ല. സാത്താന് കൽപ്പന കൊടുത്തിട്ടില്ല. കൽപ്പന കൊടുത്തത് ആദവനും ഹവ്വയ്ക്കുമാണ്. രൂത്തിനും ഓർപ്പയ്ക്കുമല്ലെന്ന് നവോമിക്കാം. ഭർത്താവ് മരിച്ചു, ആൺമക്കളും മരിച്ചു. ഇനി ഒരു കാര്യം പറയാം. ഈ സഹോദരി നല്ല സഹോദരിയാണ് നവോമി. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. ഭർത്താവിന് കീഴ്പ്പെടണം, ഭർത്താവിനെ അനുസരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്ന പ്രമാണം അന്നില്ലെങ്കിലും ഭർത്താവിനെ അനുസരിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്ത സഹോദരി ആയിരുന്നു എന്നാണ് എന്റെ ബോധ്യം. അതിന് തെളിവ് അടുത്ത ആഴ്ച പറയാം. ഒന്ന്, അവൾ മരിച്ചില്ലെന്നുള്ളതാണ്. അവൾ മരിച്ചില്ല. പാപം തുല്യമാണ്. 4 പേരും കൂടെ ഇറങ്ങി വന്ന 4 പേരും അക്കോട്ടത്തിൽ തെറ്റ് ചെയ്തവരാ. പക്ഷെ 2 പേരെ കൂടെ സ്വീകരിച്ചു, 6 പേരായി. അതിൽ 3 പേരെ മരിച്ചുള്ളൂ. ഈ പെൺകുട്ടികൾ മരിക്കത്തില്ല, കാരണം അവർ തെറ്റുകാരല്ല. നവോമിയെ ദൈവം
മരിക്കാതെ ശേഷിപ്പിച്ചതിന്റെ കാരണം അടുത്ത ചിന്തിക്കാം. ദൈവത്തെ അനുസരിച്ചവളായിരുന്നു അവൾ വേദനയോടെ പോയെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന സമയമുണ്ട്. ഇനി ഞാൻ 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്തെ ക്ലാസ്. അവർ മോവാബിലേക്ക് പോയതിന്റെ പരിണതഫലങ്ങൾ. ദ ജോയ് അപ്പാർട്ട് ഫ്രം ഗോഡ് ഈസ് ടെമ്പററി. ദൈവത്തെ കൂടാതെയുള്ള സന്തോഷം താൽക്കാലികമാണ്. അവിടെ പോയപ്പം കുറെ സാപ്പാടെ കിട്ടിക്കാണും, കഴിച്ചു കാണും, കുഴപ്പമൊന്നുമില്ല, ആഹാരം കിട്ടിക്കാണും, പക്ഷേ താൽക്കാലികമാണ്. 2, ജാതീയ പെൺകുട്ടികൾ, മോവാബി പെൺകുട്ടികളിലൂടെ ഇവർ മുഖാന്തരം വിധവമാരായി. മനസ്സിലായോ? എന്റെ തീരുമാനം തെറ്റിയാൽ മറ്റൊരുത്തരുടെ ദുഃഖം അനുഭവിക്കും, ഉണ്ടാകാൻ പാടില്ല. ബേത്ലഹേമിൽ ക്ഷാമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോവാബിൽ മരണം, ദുഃഖം, ഏകാന്തത. മരണം, ദുഃഖം, ഏകാന്തത. അത് മാത്രമാണ്. ആശുപത്രിക്കാർക്കും ശവപ്പെട്ടിക്കടക്കാർക്കും അടക്കാൻ പോകുന്നിടത്ത് കുഴിവെട്ടുകാർക്കും പ്രയോജനം ഉണ്ടായില്ല. ഇവരെ കൊണ്ട് അല്ലെ പറയലുണ്ടായോ? ആർക്കും ഉണ്ടായില്ല. നമ്മളെക്കൊണ്ട് ചില പ്രയോജനം ദൈവത്തിനുണ്ടാകണം, ദൈവജനത്തിനുണ്ടാകണം, മറ്റുള്ളവർക്കുണ്ടാകണം. തീരുമാനം തെറ്റിയാൽ ഒരു പ്രയോജനവും നമ്മളെക്കൊണ്ടില്ലാതെ വരും. ഇത് നമുക്കൊരു മുന്നറിയിപ്പാണ്, ഒരു പാഠമാണ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, എത്ര പ്രയാസമോ രോഗമോ കഷ്ടമോ പ്രതികൂലമോ ഒറ്റപ്പെടൽ വന്നാലും, ഏത് തരത്തിലുള്ള ക്ഷാമം വന്നാലും ധൃതി വെച്ച് തീരുമാനം എടുക്കരുത്. പ്രാർത്ഥിക്കണം, ശാന്തമായിട്ടിരിക്കണം. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാണ്, അവനതിന് പരിഹാരം തരും. തീരുമാനം തെറ്റിയാൽ അനന്തരഫലങ്ങളും തെറ്റും, അനേകർക്ക് പ്രയാസമായി തരും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേട്ട കാര്യം നമുക്കെല്ലാവർക്കും, എനിക്കും ഒരുപോലെ പ്രയോജനമായി ഭവിപ്പാൻ, ദൈവത്തിന് പ്രസാദമായി ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.